സ്വാഗതം എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാന സ്ട്രൈക്കർ ക്വാം പെപ്രെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. താരത്തിന് 2026 വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ടായിരുന്നു. എന്നാൽ അടുത്ത സീസണിലേക്ക് ക്വാം പെപ്രെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെപ്രയുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. താരവുമായി ചർച്ച ചെയ്താണ് ഈ കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്വാം പെപ്രയുടെ പകരക്കാരനായി അടുത്ത സീസണിൽ ആരെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. ഇനി ക്വാം പെപ്രയ്ക്ക് പകരമാണോ നോവാ സദോയെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതെന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരമായ ക്വാമ പെപ്രെ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ തന്നെയായിരിക്കും. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശപ്പെടേണ്ടതില്ല. കാരണം ക്വാമ പെപ്രയെക്കാളും മികച്ചൊരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അവിടെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ നമുക്കിപ്പോൾ വെച്ച് പുലർത്താം. എന്തായാലും ഒരു താരം പോയാൽ ആ താരത്തെക്കാളും മികച്ചൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ശൈലി തന്നെയാണ്. അങ്ങനെയാണ് അൽവാരോ വാസ്കസിന് പകരമായി ദിമിത്രിയോസ് ഷാമന്തക്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, ക്വാം പെപ്രയ്ക്ക് പകരക്കാരനായി അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു താരത്തെ തന്നെ കൊണ്ടുവരും. ഇനി അവിടെ ക്വാം പെപ്രയ്ക്ക് പകരമായി നോവാ സദോയെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരു മികച്ച ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരഞ്ഞെടുക്കൽ തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ISL കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നോവാ സദോയ്.